We will come back to the next session. In the last class, we dealt with non-conventional energy sources and we looked at the solar energy and wind energy, the most two popular sources of energy. Now let's look at the next one. The next one is the biofuel. Biofuels include a wide range of fuels which are derived from biomass. The term covers solid biomass, liquid fuels and various biogases. That is biofuel എന്ന് പറയുമ്പോൾ അതിൽ ബയോമാസ് ഉണ്ട്, ലിക്വിഡ് ഫ്യൂൽസ് ഉണ്ട്, വേരിയസ് ബയോഗ്യാസസ് ഉണ്ട്. ലിക്വിഡ് ബയോഫ്യൂൽസിൽ ബയോ ആൽക്കഹോൾസ്, അതായത് ബയോ എത്തനോൾ, പിന്നെ ബയോഡീസൽ, അങ്ങനെ ഓയിൽസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇനി ഗ്യാഷ്യസ് ബയോഫ്യൂൽസ് എന്ന് പറയുമ്പോൾ അതിൽ ബയോഗ്യാസ്, നമ്മുടെ നോർമൽ ആൻഡ് ദ ലാൻഡ്ഫിൽ ഗ്യാസ് ആൻഡ് സിന്തറ്റിക് ഗ്യാസ്. ബയോ ഇത്തനോൾ എന്ന് പറയുന്നത് ഒരു ആൽക്കഹോൾ ആണ് which is made by fermenting the sugar components of plant materials. Again mainly sugar cane അല്ലെങ്കിൽ അങ്ങനത്തെ starch crops ആണ്. പിന്നെ trees and grasses are used as feedstock for the ethanol production. Ethanol fuel for vehicles are used in its purest form. Okay, the picture on the kandu nokku, where the biodiesel is made from vegetable oils, animal fats or recycled greases. Biodiesel can be used as fuel for vehicles in its pure form, usually as a diesel additive. കാരണം ഈ additive യൂസ് ചെയ്യുമ്പോൾ കാർബൺ മോണോക്സൈഡിന്റെ ലെവലും അതേപോലെ തന്നെ ഹൈഡ്രോകാർബൺ, ഈ ഡീസൽ പവർഡ് വെഹിക്കിൾസിനുള്ള ഹൈഡ്രോകാർബൺസിന്റെ എമിഷൻ കുറവായിരിക്കും. സോ അതിനു വേണ്ടി നമ്മൾ ബയോഡീസൽ യൂസ് ചെയ്യും. Biodiesel is produced from oils or fats using transesterification and it is the most common biofuel in Europe. ഇന്ത്യയിൽ വളരെ കുറച്ചേ ഉള്ളൂ അദ്ദേഹം കൂടുതൽ. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ ബേസ്ഡ് ആണ് ആൻഡ് ബോത്ത് വെജിറ്റബിൾ ഓയിൽ ആൻഡ് ആനിമൽ ഫാറ്റ്സ് പറ്റും. പിന്നെ വലിയ മോഡിഫിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല എൻജിൻസിൽ. പിന്നെ സ്റ്റോറേജ് ആൻഡ് ഡെലിവറിക്ക് സെപ്പറേറ്റ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമില്ല ആൻഡ് ഹാൻഡ്ലിംഗ് ഇസ് മച്ച് മോർ സേഫർ. ഓക്കെ, കാരണം ആൻഡ് ഓൾസോ ദ കമ്പസ്റ്റൻ എമിറ്റ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു ലെസ് കാർബൺ മോണോക്സൈഡും സൾഫേറ്റ്സും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ എയർ പൊല്യൂഷൻ കുറവാണ്. The disadvantages include high cost of production and then monoculture. Monoculture ചെയ്യുന്നത് സെയിം ക്രോപ്പിനെ എല്ലാ ഇയറും വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എക്കണോമിക്കലി അട്രാക്റ്റീവ് ആണെങ്കിലും ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യും. അതായത് ക്രോപ്പ് റൊട്ടേഷൻ നടക്കാത്തതുകൊണ്ട് സോയിലിന്റെ ന്യൂട്രിയൻസ് കുറയും. ഓക്കെ, ശ്രദ്ധിച്ചു കാണും. ജനറലി നമ്മുടെ അവിടെ അഗ്രികൾച്ചറിൽ എല്ലാവരും വർഷാവർഷം സെയിം ഇത് ചെയ്യാണ്ട് മാറ്റി മാറ്റിയിട്ടാണ് യൂസ് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെയിം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്കണോമിക്കലി ഉണ്ടാവുമെങ്കിലും സോയിൽ ന്യൂട്രിയൻസ് ആക്ച്വലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതിനാണ് നമ്മൾ മോണോകൾച്ചർ വിളിക്കാൻ. പിന്നെ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ബയോഫ്യൂൽസിന് വേണ്ടിയിട്ട് നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ആവശ്യം വരും. അപ്പൊ ഇത് ഫെർട്ടിലൈസേഴ്സിന് അറിയാമല്ലോ, അതിന്റെ പെസ്റ്റിസൈഡ്, അത് അതിന്റെ ഹാർംഫുൾ ഇഫക്ട്സ് ഉണ്ടാവും. അപ്പൊ എൻവിറോൺമെന്റിനും അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ കോസ് ചെയ്യും. പിന്നെ ഷോർട്ടേജ് ഓഫ് ഫുഡ്, ബയോഫ്യൂൽസ് പറഞ്ഞിരുന്നു പ്ലാന്റ്സിനും ക്രോപ്സിനുമാണ് വിച്ച് ഹാസ് ഹൈ ലെവൽസ് ഓഫ് ഷുഗർ. പക്ഷെ കൂടുതലും ഫുഡ് ക്രോപ്സ് ആണ്. അപ്പൊ ഇവിടുത്തെ വേസ്റ്റ് മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും ഇങ്ങനത്തെ ഒരു ഫുഡ്, അത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ അത് അതിന്റെ എന്താ പറയാ ബയോളജിക്കൽ ഇതിനെ എഫക്ട് ചെയ്യും. സോ അഗ്രികൾച്ചറൽ സ്പേസ് എടുക്കുന്നതുകൊണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, കാർബൺ ഫുട് പ്രിന്റ് കുറവാണെങ്കിലും ഈ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നതിന് ഒരുപാട് വാട്ടർ ആൻഡ് ഓയിൽ യൂസ് ചെയ്യും. അത് കാരണം ഉണ്ടാകുന്ന എമിഷൻസ് കാരണം വാട്ടർ പൊല്യൂഷൻ വരും. ഓക്കെ, ദെൻ വാട്ടർ യൂസ്, നമ്മുടെ ഈ ബയോഫ്യൂൽ ക്രോപ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ വേണം. അപ്പോൾ ശരിക്കും അങ്ങോട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ റീജിയന്റെ എവിടെയാണോ ഈ ഇതിന്റെ സ്ഥലത്ത് നിയർ ബൈ പ്ലേസസിലൊക്കെ വാട്ടർ റിസോഴ്സസിന് ഒരു കുറവ് വരും. പിന്നെ ഫ്യൂച്ചർ റൈസ് ഇൻ പ്രൈസ്, ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ ഓഫ് ബയോഫ്യൂൽ അത്ര എഫിഷ്യന്റ് അല്ല. അപ്പോൾ ബെറ്റർ മീൻസ് കിട്ടണം. അപ്പൊ അതിനുവേണ്ടി റിസർച്ചിന്റെ കോസ്റ്റ് ആ ഒരു ഇത് കൂടുതൽ കാരണം ഇപ്പോഴും ബയോഫ്യൂലിനൊരു ഹൈ പ്രൈസ് ആണ്. നെക്സ്റ്റ് നമ്മൾ കേട്ടിരിക്കുന്നത് ബയോഗ്യാസ് ആണ്. ബയോഗ്യാസ് എന്നുള്ളത് മിക്സ്ചർ ഓഫ് ഗ്യാസസ് containing methane, carbon dioxide, hydrogen and hydrogen sulfide. Again ഇതൊരു ബയോളജിക്കൽ പ്രോസസ് വഴിയാണ്. സോ anaerobic degradation of wastes ആണ്, അതായത് ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഗാനിക് മാറ്റർ ബൈ ബാക്ടീരിയ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്കെ, അപ്പൊ ബയോഗ്യാസ് പ്ലാന്റിന്റെ ഒരു ലാർജ് അണ്ടർഗ്രൗണ്ട് ടാങ്ക് ആണ്. അഗെയിൻ വിച്ച് ഇസ് മേഡ് ഓഫ് ബ്രിക്സ് ആൻഡ് സിമെന്റ്. ലോവർ പാർട്ടിന് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യണം. അപ്പൊ ആ പാർട്ടിൽ ഒരു ഡോം ഉണ്ട് വിത്ത് ഗ്യാസ് ഔട്ട്പുട്ട്. കണ്ടു കാണുന്ന ഞാൻ വിചാരിക്കുന്നു ബയോഗ്യാസ് പ്ലാന്റ്
നമുക്ക് നമ്മുടെ കോളേജിന്റെ ക്യാൻറ്റീന്റെ ഭാഗത്തായിട്ട് തന്നെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. എന്തായാലും ഹോസ്റ്റലേഴ്സും അല്ലെങ്കിൽ ആ ഒരു വഴി പോകുന്നവരൊക്കെ എന്തായാലും നമ്മുടെ കോളേജിന്റെ അറ്റ്ലീസ്റ്റ് ബയോഗ്യാസ് പ്ലാന്റ് കണ്ടാണ്. സോ ഈ പറയുന്ന ലോവർ പാർട്ട് ഡൈജസ്റ്റർ എന്ന് പറയുന്നതാണ് ഈ ഒരു പാർട്ട്. ഓക്കെ, പിന്നെ അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ഡോം. ഈ ഒരു ഷേപ്പിലാണ് ആ ഡോം എന്ന് ഉദ്ദേശിക്കുന്നത്. യു കെൻ സീ ഇറ്റ് മാർക്ക് ആസ് ഡോം. സോ ആ ഡോം വിത്ത് എ ഗ്യാസ് ഔട്ട്ലെറ്റ്. ബാക്കി യു കെൻ സീ ദ ഇൻലെറ്റ് വേർ you have a mixing tank, slurry of cattle dung and water വഴിയാ വരിക. ഇതാണ് ആ ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളും താഴെയാണ്. ഓക്കെ, ഈ ലെവൽ ഗ്രൗണ്ട് ലെവൽ നോക്കിക്കോളൂ. ഗ്രൗണ്ട് ലെവലിന്റെ താഴെയാണ് ബാക്കിയുള്ള. This is known as a fixed dome type biogas plant. Animal dung is ആ പ്രോസസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. The animal dung is mixed with water in the mixing tank and the slurry is sent to the digester. The gas is taken out through the gas outlet and used for heating. ഈ ബാക്കി വരുന്ന ഈ സ്ലറി അത് ഇറ്റ് വിൽ ബി റിച്ച് ഇൻ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് മാന്യൂർ ഫോർ ക്രോപ്സ്. ഒരു 60 cubic feet ഗോബർ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ക്യാൻ സെർവ് ദ നീഡ്സ് ഓഫ് വൺ ആവറേജ് ഫാമിലി. എല്ലാവരും ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ക്യാൻറ്റീനിലെ എത്ര ക്യൂബിക് ഫീറ്റിന്റെ ബയോഗ്യാസ് പ്ലാന്റ് ആണ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. The gas contains 55 to 70% methane, which is inflammable and it is generally used as cooking gas and for generation of electricity. പലരുടെയും വീട്ടുകളിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. കുക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ബയോഗ്യാസ് യൂസ് ചെയ്യാം. Advantages include clean, non-polluting, cheap, പിന്നെ direct supply of gas, maintenance cost ഒന്നുമില്ല, health hazards ഒന്നുമില്ല, and ഫ്യൂവൽ കൂടാണ്ട് പറഞ്ഞിരുന്നു അത് ക്രോപ്സിന് മാന്യൂറായിട്ടും യൂസ് ചെയ്യും. ഡിസഡ്വാൻറ്റേജ് വരുന്നത് എഫിഷ്യൻസി കൂട്ടാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ കുറച്ച് ഇംപ്യൂരിറ്റീസ് ഉണ്ട്, ആൻഡ് ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻസിന്റെ മെറ്റൽ പാർട്സിനൊക്കെ കൊറോസീവ് ആയിട്ടുള്ള കുറച്ച് ഗ്യാസസ് ഇത് എമിറ്റ് ചെയ്യും. ഓക്കെ, our next renewable or our non-conventional energy is tidal energy. Tidal നമുക്കറിയാം, it is produced by the gravitational forces of sun and moon. It is produced by making use of water movement from a high tide to a low tide. High tide to low tide എന്ന് പറയുമ്പോൾ rise and fall of water in the ocean. തിരമാലകളാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഡിഫറൻസ് ഓഫ് സെവറൽ മീറ്റേഴ്സ് ഉണ്ടാവും ബിറ്റ്വീൻ ദ ഹൈ ആൻഡ് ലോ ടൈഡ്. സോ ദിസ് ടൈഡ്സ് ക്യാൻ ബി യൂസ് ടു ടേൺ എ ടർബൈൻ ആൻഡ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി. നമ്മുടെ കൺട്രിയിൽ ഇഷ്ടംപോലെ നമുക്ക് കോസ്റ്റ് ലൈൻ ആൻഡ് മേജർ റിവർ സിസ്റ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ക്യാൻ ബി ജനറേറ്റഡ് യൂസിംഗ് ദീസ്. And the periodic rise and fall of sea level is due to the gravitational attraction of the moon. See this figure shows a tidal barrage generation system. മുകളിലോട്ട് കാണുന്ന ആ പോർഷൻ എത്രമാത്രം തന്നെയുള്ളൂ, താഴെയാണ് ഇതിന്റെ ബാക്കിയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടൈഡൽ ബാരേജ്, ഒരു ഓഷൻ ഉണ്ട്, ടർബൈന്റെ ടണൽ. The advantages of tidal energy include again renewable energy resources, free and clean ആണ്, fuel ഒന്നും വേണ്ട, no waste byproducts. Then it has the potential to produce a great deal of free and green energy, not expensive, low noise pollution. കാരണം വെള്ളത്തിനുള്ളിലാണല്ലോ, അപ്പൊ എന്തെങ്കിലും സൗണ്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അത് വാട്ടറിലൊക്കെ ട്രാൻസ്മിറ്റഡ് ആണ്. പിന്നെ വിൻഡ് പോലെയല്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എപ്പോഴാണ് ഹൈ ടൈഡ് എപ്പോഴാ ലോ ടൈഡ് എപ്പോഴാ, അപ്പൊ നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ ടൈഡൽ ബാരേജസ്, ഈ ഫിഗറിൽ കാണുന്ന ഈ ഒരു ബാരേജ് ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഫ്ലഡിങ് ആൻഡ് ലാൻഡ് ഡാമേജ്. ഓക്കെ, ഇതിന്റെ പ്രൊട്ടക്ഷനും കൂടെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ലാർജ് ടൈഡൽ റിസർവേഴ്സ് ഹാവ് മൾട്ടിപ്പിൾ യൂസസ് ആൻഡ് ക്യാൻ ക്രിയേറ്റ് recreational lakes and areas where before they were none. വലിയ റിസർവോയർസ് ആണെങ്കിൽ. ഓക്കെ, ഡിസഡ്വാൻറ്റേജസിൽ this is not a constant energy. Okay, കാരണം ഈ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്, സ്ട്രെങ്ത് ആൻഡ് ഫ്ലോ ഓഫ് ടൈഡ് ഡിപെൻഡ് ചെയ്യും, and that is again affected by the gravitational effect of moon. So you cannot say it is a constant energy. പിന്നെ നല്ലൊരു സ്യൂട്ടബിൾ സൈറ്റ് അതിന് വേണം, അതായത് ഈ ടൈഡ്സ് നല്ല സ്ട്രോങ് ആയിരിക്കണം, അപ്പൊ അതിനനുസരിച്ചുള്ള suitable site വേണം. And construction and maintenance cost കുറച്ച് കൂടുതലാണ്, and also high power distribution cost ഉണ്ടാവും. കാരണം ഈ ജനറേറ്റ് ചെയ്ത പവറിനെ നമുക്ക് ലാൻഡിലോട്ടേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അണ്ടർ വാട്ടർ കേബിൾസ് വേണം. അപ്പൊ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇസ് ഡിഫിക്കൾട്ട്. പിന്നെ ഇതൊരു പവർ ജനറേഷൻ നമുക്ക് ഒരിക്കലും ഒരു മാസ പവർ ജനറേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. അതൊരു എന്താ പറയുക 10 hours a day അതിനുള്ളൊരു പവർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കോസ്റ്റൽ ഇറോഷനെ ബാധിക്കും, അവിടെ ഇറോഷൻ കൂടുതലാവും കാരണം ടൈഡ്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത സ്ഥലത്ത്. അപ്പോൾ ഇറ്റ് ക്യാൻ ഈവൻ കോസ് എ ചേഞ്ച് ഇൻ ദ അക്വാട്ടിക് ഇക്കോസിസ്റ്റം.
Then fish life ni adavale aquatic life ni idoru danger aanu. നമ്മൾ ഈ പറഞ്ഞ ബാരേജിൽ if they അല്ലെങ്കിൽ tidal turbine blades ൽ അവർ കുടുങ്ങി പോവാണെങ്കിൽ it is a danger to their life as well. നമ്മുടെ last energy, non-fossil energy, is the geothermal energy. It is the energy harnessed from the hot rocks which is present inside the earth. Okay, high temperature high pressure steam field ഉണ്ടാവും earthന്റെ surfaceൽ. അവിടുന്നാണ് അതിന്റെ ടെമ്പറേച്ചർ ഫാരൻഹീറ്റ് ഞാൻ പറയുന്നത് it may even go above 9000 degrees Fahrenheit. And this heat comes from the fission of radioactive material which is present in the rocks. The earth and the crust in the deeper regions lote valare hot aanu. Ee hot heat aanu melt rock edittu magma form cheynathu. Ee magma moves up and collects below at some places called the hot spots. You can see the diagram for the harnessing using a geothermal. So this shows the geothermal reservoir. You have a heat exchanger and then the turbine, generator and the cooling tower. The underground water gets in contact with the hot spot and it gets heated into steam at high pressure. The hot spots lo holes drill edittu the steam that is coming out, it is used to rotate your turbines or generators and that is used to produce electricity. India 46 hydrothermal areas where the water temperature exceeds 150 degrees centigrade. Okay, so electricity can be generated from these hot springs. And the Earth's geothermal energy originates from original formation of the plant and from the radioactive decays of materials. You have to learn the advantage and disadvantage as well. Environmental friendly geothermal energy. Renewable resource. Potential capacity in the power plant varies from 0.035 to 2 megawatts. Okay. Then stable resource power output can be predicted. Solar or wind then you don't require any fuel. Okay, once you install it, you don't need a mining or transportation activity. In economic factors competitive cost competitive and economic geothermal energy is available in most of the places. Okay, abundant supply and shortage or very problems on undavilla. Disadvantages include greenhouse gas and ചെറിയൊരു രീതിയിലുള്ള emissions ഉണ്ടാവും near geothermal power plants. കാരണം sulfur dioxide and silica emissions ഉണ്ടാവാൻ chance ഉണ്ട്. പിന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ കാരണം ലാൻഡിന്റെ സ്റ്റെബിലിറ്റിക്ക് അല്ലെങ്കിൽ സർഫസ് ഇൻസ്റ്റെബിലിറ്റി പ്രോബ്ലം ഉണ്ടാവും. And the initial cost is very high for the electricity. The $2 to $7 million for a 1 megawatt geothermal power plant. In the distribution cost, long distance it is very much prohibitive. This slide just shows the comparison of renewable and non-renewable sources. Based on the replacement. Okay, this can be replaced by nature, but this cannot be during the human lifespan. Availability is plenty, it are not so available. Cost, these are free of cost, this is not. Pollution, renewable resources do not cause pollution, but this pollution non-renewable causes great pollution. Environmental impact is same than non-renewable resources renewable nilla. Atmosphere impact same than greenhouse gases and non-renewable resources release global warming പക്ഷെ ഇവിടെ നമുക്കതില്ല. ഹെൽത്തിനും സെയിം തന്നെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിളിൽ വരുന്നത് അല്ലെങ്കിൽ കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ സോഴ്സസിൽ നമ്മൾ പറയുന്നത്.